And although he's not in her. ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് ജി എസ് ടിയിൽ പഠിക്കാനുള്ളത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ പറ്റിയാണ്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമ്മളിവിടെ ജി എസ് ടി പ്രാക്ടീഷണർ എന്ന് പറയുന്നത് സിംപ്ലി പറയാന്ന് വെച്ചാൽ ഒരു പേഴ്സൺ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓതറൈസ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ. അപ്പോൾ അയാൾ അതിന് നോളജ് ഒക്കെ ഉള്ള, എല്ലാവർക്കും ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള നോളജ് ഉണ്ടാവണമെന്നില്ല അല്ലേ. അപ്പം അതിനുവേണ്ടി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് നമ്മൾ സിംപ്ലി ജി എസ് ടി പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സെക്ഷൻ 48 എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ, ദ മാനർ ഓഫ് അപ്രൂവൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ടാക്സ് practitioner, their eligibility conditions, duties and obligations, അതേപോലെ തന്നെ manner of removal and the other conditions relevant for their functioning shall be such as may be prescribed. അപ്പോൾ ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കണം അവരുടെ അപ്രൂവൽ കൊടുക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടാവും, മാനർ ഓഫ് റിമൂവൽ അവരെ എങ്ങനെ ഒഴിവാക്കുന്നത്, ആൻഡ് അതർ കണ്ടീഷൻസ് റെലവൻറ്റ് ഫോർ ദ ഫംഗ്ഷനിങ്. അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷനിങ് ആവശ്യമായ എല്ലാ കണ്ടീഷൻസും ഈ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഗ്മെൻറ്റിൽ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. എ രജിസ്റ്റേർഡ് പേഴ്സൺ മേ ഓതറൈസ്ഡ് an approved goods and service tax practitioner. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യാം, ഒരു അപ്രൂവ്ഡ് ജി എസ് ടി പ്രാക്ടീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്, അല്ല ഓതറൈസ് ചെയ്യാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫേർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് അണ്ടർ സെക്ഷൻ 37. സെക്ഷൻ 37 പ്രകാരമുള്ള ഔട്ട്വേർഡ് സപ്ലൈസ് ഫേർണിഷ് ചെയ്യാൻ. അതേപോലെ തന്നെ ദ ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈസ് അണ്ടർ സെക്ഷൻ 38 ആൻഡ് ദ റിട്ടേൺ അണ്ടർ സെക്ഷൻ 39 ഓർ സെക്ഷൻ 44 ഓർ സെക്ഷൻ 45. ഇപ്പം നമുക്ക് ഇൻവേർഡ് സപ്ലൈസ്, ഔട്ട്വേർഡ് സപ്ലൈസ്, റിട്ടേൺ ഇതെല്ലാം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരാൾക്ക് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ജി എസ് ടി പ്രാക്ടീഷണറെ നമുക്ക് അയാളെ ഏൽപ്പിക്കാം. നെക്സ്റ്റ് തേർഡ് പറയുന്നത്, നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 2, ദ റെസ്പോൺസിബിലിറ്റി ഫോർ കറക്റ്റ്നെസ് ഓഫ് എനി പെർട്ടിക്കുലേഴ്സ് ഫേർണിഷ്ഡ് ഇൻ ദ റിട്ടേൺ ഓർ അതർ ഡീറ്റെയിൽസ് ഫൈൽഡ് ബൈ ദ ജി എസ് ടി practitioner shall continue to rest with the registered person on whose behalf such return and details are furnished. ഇപ്പം നമ്മൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അയാളുടെ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി ഒരു ജി എസ് ടി പ്രാക്ടീഷണറെ ഏൽപ്പിച്ച് കഴിഞ്ഞാലും അതിലെന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിങ്ങോ വന്നു കഴിഞ്ഞാൽ അതിന് പ്രാക്ടീഷണർ ആയിരിക്കില്ല റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്, ഓതറൈസ്ഡ് പേഴ്സൺ തന്നെയാണ്. ഇപ്പോൾ കറക്റ്റ്നെസ്സോ അല്ലെങ്കിൽ അതിനകത്ത് ഫേർണിഷ് ചെയ്തിരിക്കുന്ന എന്ത് കാര്യത്തിനോ റെസ്പോൺസിബിൾ ആയി വരുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ തന്നെയാണ്. ആ റെസ്പോൺസിബിലിറ്റി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റേയാളുടെ തലയിൽ ഇടാൻ പറ്റില്ല. ഇപ്പം നമുക്ക് CGST റൂൾ 83 പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് നോക്കാം. ജി എസ് ടി പ്രാക്ടീഷണർ റിഗാർഡഡ് ആയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും നോക്കാം. ഒന്നാമത്, ആൻ ആപ്ലിക്കേഷൻ മേ ബി മെയ്ഡ് ഇലക്ട്രോണിക്കലി ത്രൂ ദ കോമൺ പോർട്ടൽ ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ ഫെസിലിറ്റേഷൻ സെൻറ്റർ നോട്ടിഫൈ ദ കമ്മീഷണർ ഫോർ എൻറോൾമെൻറ്റ് ആസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ ബൈ എനി പേഴ്സൺ ഹൂ. ഇപ്പോൾ ഒരാൾക്ക് ജി എസ് ടി പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്താൽ മതി, ജി എസ് ടി പോർട്ടലിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അയാൾ ഇന്ത്യയുടെ സിറ്റിസൺ ആയിരിക്കണം. ഈസ് എ പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ് എന്ന് വെച്ചാൽ ഇൻസെയിൻ പേഴ്സൺ ആവാൻ പാടില്ല. നെക്സ്റ്റ്, ഈസ് നോട്ട് എഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു പേഴ്സൺ ആവാൻ പാടില്ല. ഹാസ് നോട്ട് ബീൻ കൺവിക്റ്റഡ് ബൈ എ കോമ്പിറ്റൻറ്റ് കോർട്ട് ആൻഡ് സാറ്റിസ്ഫൈസ് എനി ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. അതേപോലെ തന്നെ കോർട്ട് പ്രകാരം അയാൾ കോമ്പിറ്റൻ്റ് കോർട്ട് പ്രകാരം അയാളെ കൺവിക്റ്റ് ചെയ്തതാകാൻ പാടില്ല, എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് കൂടാതെ വേറെ കുറച്ച് കണ്ടീഷൻസ് കൂടി പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ, ദാറ്റ് ഹീ ഈസ് എ റിട്ടയേർഡ് ഓഫീസർ ഓഫ് ദ commercial tax department of any state government or of the Central Board of Excise and Customs, Department of Revenue, Government of India, who during his service under the government had worked in a post not lower than the rank of Group B gazetted officer for a period of not less than 2 years. അപ്പോൾ ഇതിൽ ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ പറഞ്ഞേക്കുന്നത് റിട്ടയേർഡ് ഓഫീസർ ആയിരിക്കണം. അയാൾ ചിലപ്പം കൊമേഴ്ഷ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് അങ്ങനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസറിൻ്റെ പോസ്റ്റിൽ, അതിൻ്റെ താഴാത്ത ഒരു പോസ്റ്റിൽ 2 വർഷമെങ്കിലും ഇരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി അപ്പോയിൻമെൻറ്റ് കിട്ടും.
that he has enrolled as a sales tax practitioner or tax return preparer under the existing law for a period of not less than 5 years. അതേപോലെ തന്നെ 5 ഇയേഴ്സിൽ കുറയാത്ത ഒരു പീരിയഡിൽ അയാൾ സെയിൽസ് ടാക്സ് പ്രാക്ടീഷണർ ആയിട്ടോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ പ്രിപ്പയറർ ആയിട്ടോ ഇതിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ പറയുന്നത് ഹീ പാസ്ഡ്, ഇതൊന്നും അല്ലെങ്കിൽ ഒരാൾ ഇന്ന എക്സാംസ് പാസ് ചെയ്ത ഒരാൾക്ക് കൊടുക്കാം. ഹീ പാസ്ഡ് a graduate or postgraduate degree or its relevant examination having a degree in commerce, law, banking, including higher auditing or business administration or business management from any Indian university established by any law for the time being in force. അതേപോലെ തന്നെ ഒരു ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അത് ഒന്നുകിൽ കൊമേഴ്സ് ആവാം, അല്ലെങ്കിൽ ലോ ആവാം, ബാങ്കിങ് ആവാം, അതിൽ ഹയർ ഓഡിറ്റിംഗ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് മാനേജ്, ഇതൊക്കെ വരാം. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ന ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റോ ആയിട്ടുള്ള ഒരു പേഴ്സൺ, അത് പാസ്സായ ഒരു പേഴ്സൺ. നെക്സ്റ്റ്, എ ഡിഗ്രി എക്സാമിനേഷൻ ഓഫ് എനി ഫോറിൻ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ എനി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആസ് റെലവൻറ്റ് as equivalent to the degree examined mentioned in subclause 1. അല്ലെങ്കിൽ subclause 1 പറഞ്ഞിരിക്കുന്ന ആ ടൈപ്പ് ഓഫ് ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ ഡിഗ്രി, ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡിഗ്രി, അല്ലെങ്കിൽ എനി അതർ എക്സാമിനേഷൻ നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ഫോർ ദിസ് പർപ്പസ്. അല്ലെങ്കിൽ കൗൺസിൽ, നമ്മുടെ GST കൗൺസിൽ പറയുകയാണ് ഇന്നൊരു എക്സാം എഴുതിയ ആൾക്കാർക്ക് നമുക്ക് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറായിട്ട് അല്ലെങ്കിൽ GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സാമിന് പാസ്സായ ആൾ ഹാസ് ബീൻ പാസ്ഡ് എനി ഓഫ് ദ ഫോളോയിങ് എക്സാമിനേഷൻ. അതേപോലെ തന്നെ ഇത് കൂടാതെ വേറെ കുറച്ച് എക്സാമിനേഷൻ പാസ്സായ ആളെ കൂടെ എടുക്കും. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇപ്പോൾ CA എക്സാമിനേഷൻ പാസ്സായ ആൾ, ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയും എക്സാമിനേഷൻ പാസ്സായ ആൾക്കാർക്കും എന്ത് ചെയ്യാം, GST പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് പറയുന്നത്, ഓൺ റിസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ദ ഓഫീസർ ഓതറൈസ്ഡ് ഇൻ ദിസ് ബിഹാഫ് ഷാൾ ആഫ്റ്റർ മേക്കിംഗ് സച്ച് എൻക്വയറി ആസ് ഹി കൺസിഡർ നെസസറി ഐദർ എൻറോൾ ദ ആപ്ലിക്കൻറ്റ് ആസ് GST പ്രാക്ടീഷണർ ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓർ റിജക്ട് ഹിസ് ആപ്ലിക്കേഷൻ വെർ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ആപ്ലിക്കൻറ്റ് ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു ബി എൻറോൾഡ് ആസ് എ GST പ്രാക്ടീഷണർ. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കേസിലും നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്യും, എന്തെങ്കിലും എൻക്വയറി നടത്തുമെങ്കിൽ നടത്തും, എന്നിട്ട് അയാൾ ക്വാളിഫൈഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇനി അങ്ങനെ അയാൾ ക്വാളിഫൈഡ് എല്ലാം തോന്നുവാണെങ്കിൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. മൂന്നാമത്തെ, ദ എൻറോൾമെൻറ്റ് ഷാൾ ബി വാലിഡ് അണ്ടിൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ്. അപ്പോൾ എൻറോൾമെൻറ്റ് നോർമലി പറയുന്നത് അത് വാലിഡ് ആണ് അണ്ടിൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ്, പ്രൊവൈഡഡ് ദാറ്റ് നോ പേഴ്സൺ എൻറോൾഡ് ആസ് എ GST പ്രാക്ടീഷണർ ഷാൾ ബി എലിജിബിൾ ടു റിമൈൻ എൻറോൾഡ് അൺലെസ് ഹി പാസസ് സച്ച് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് അറ്റ് സച്ച് പീരിയഡ് ആൻഡ് ബൈ സച്ച് അതോറിറ്റി ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ കമ്മീഷണർ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് കൗൺസിൽ. അതേപോലെ തന്നെ ഒരു പേഴ്സൺ ഇപ്പോൾ എൻറോൾഡ് ആണ്, അപ്പോൾ എൻറോൾഡ് ആയതിനു ശേഷം പറയുകയാണ് നമുക്ക് GST കൗൺസിലിൽ ഒരു എക്സാമിനേഷൻ പാസ്സാവണമെന്ന് പറയുകയാണെങ്കിൽ ആ എക്സാമിനേഷൻ പാസ്സായ ആ പീരിയഡിൻ്റെ ഉള്ളിൽ ആ എക്സാമിനേഷൻ അയാൾ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ക്യാൻസൽഡ് ആയി പോകും. If any goods and service tax practitioner is found guilty of misconduct in connection with any proceedings under the Act, ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്കണ്ടക്റ്റ് അയാളുടെ ഭാഗത്തുനിന്ന് കാണുവാണെങ്കിൽ, ഒരു GST പ്രാക്ടീഷണറുടെ ഭാഗത്തുനിന്ന് കാണുവാണെങ്കിൽ, the authorized officer may, after giving him a notice to show cause for such misconduct and after giving him a reasonable opportunity of being heard, അങ്ങനെയാണെങ്കിൽ ഈ authorized officer എന്ത് ചെയ്യും, അവർക്ക് നോട്ടീസ് അയക്കും ടു ഷോ കോസ്, എന്ത് കാരണം കൊണ്ടാണ് ഇന്ന് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർപ്പസ്ലി നടക്കുന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ ഫ്രോഡൊക്കെ നടക്കുന്ന സിറ്റുവേഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള അയാളുടെ പാർട്ട് പറയാനുള്ള ഒരു അവസരം അയാൾക്ക് കൊടുക്കും. ഡയറക്റ്റ് ദാറ്റ് ഹി ഷാൾ ബി ഡിസ്ക്വാളിഫൈഡ് ഫങ്ഷൻ ആസ് എ GST പ്രാക്ടീഷണർ. എന്നിട്ട് അത് വെച്ചിട്ട് അതിന് ശേഷം മാത്രം ആ സംഭവം അയാൾ പറഞ്ഞിട്ടും ഇവർക്കത് കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യാം, പിന്നെ അയാൾക്ക് GST പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പറയുന്നത്, എനി പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം an order under above is made may within 30 days from the date
date of issue of such order, appeal to the commissioner against such order. ഇപ്പോൾ ഒരാൾ അങ്ങനെ എന്തെങ്കിലും മിസ്കണ്ടക്ട് കാരണം പുറത്താക്കി കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു ഓർഡർ പാസ് ചെയ്യണം, നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യാം, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് അപ്പീൽ കൊടുക്കാം, കമ്മീഷണർക്ക് അപ്പീൽ കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതെന്തെങ്കിലും നമ്മൾ കറക്റ്റായിട്ടല്ലായിരുന്നു അത് നടന്നത് എന്നെങ്കിലും നമുക്ക് തോന്നുവാണ്. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ അങ്ങനെ ഒരു സംഭവം നടന്നു, നമ്മൾ ശരിക്കും ഡിസ്ക്വാളിഫൈഡ് ആവേണ്ട ആളല്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അപ്പീൽ ഫയൽ ചെയ്യാം. എനി റിജക്റ്റഡ് പേഴ്സൺ മേ അറ്റ് ഹിസ് ഓപ്ഷൻ ഓതറൈസ്ഡ് എ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ ഓൺ ദ കോമൺ പോർട്ടൽ ഇൻ ഫോം GST PCT 05 or at any time withdraw such authorization in form GST PCT 05 and the goods and service tax practitioner so authorized shall be allowed to undertake such tasks as indicated in the said authorization during the period of authorization. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സണിന് വേണമെങ്കിൽ ഒരു GST പ്രാക്ടീഷണറിനെ ഓതറൈസ് ചെയ്യാം. അതിന് ഫോം GST PCT 05 പ്രകാരമാണ് ഓതറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒരു ഓതറൈസേഷൻ ഫയൽ ചെയ്യണം ആദ്യം. ഇയാളെ എനിക്ക് ബിഹാഫായിട്ട് എൻ്റെ ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി ഇയാളെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഓതറൈസ് ചെയ്യാം ഈ ഫോം സബ്മിറ്റ് ചെയ്തിട്ട്. നെക്സ്റ്റ്, വേർ എ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് required to be furnished by a registered person has been furnished by the goods and service tax practitioner authorized by him. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫേർണിഷ് ചെയ്യണം നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ, അയാൾക്ക് പകരം അത് GST പ്രാക്ടീഷണറാണ് ചെയ്യുന്നതെങ്കിൽ a confirmation shall be sought from the registered person over email or SMS and the statement furnished by the GST practitioner shall be made available to the registered person on the common portal. അപ്പോൾ ഈ GST പ്രാക്ടീഷണർ എന്തൊക്കെ ഫയൽ ചെയ്യുവാണെങ്കിലും അത് ഇമെയിൽ ത്രൂവോ അല്ലെങ്കിൽ SMS ത്രൂവോ നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൺ അവൈലബിൾ ആയിരിക്കും. എന്നിട്ട് അയാൾക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇയാൾ സെൻഡ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് അയാളും കൂടി അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ഇമെയിലോ SMS അതിനനുസരിച്ചിട്ടുള്ളത് അയാൾക്കും കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് a GST practitioner can undertake any or all of the following activities on behalf of registered person if so authorized by him. ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ ഓതറൈസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു GST പ്രാക്ടീഷണറിന് ചെയ്യാം? ഒന്നാമത്തെ, ഫേർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് സപ്ലൈസ്. ഔട്ട്വേർഡ് സപ്ലൈസും ഇൻവേർഡ് സപ്ലൈസും ഫേർണിഷ് ചെയ്യാം. രണ്ടാമത്തെ, ഫേർണിഷ് മന്ത്ലി, ക്വാർട്ടർലി, ആനുവൽ ഓർ ഫൈനൽ റിട്ടേൺ. ഇപ്പോൾ ഓരോ സിറ്റുവേഷനിൽ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് റിട്ടേൺ ആണ്. ഇപ്പോൾ നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ മന്ത്ലി റിട്ടേണും ആനുവൽ റിട്ടേണും ഫയൽ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഫൈനൽ റിട്ടേൺ വേണം. ഇനി ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് കോമ്പസിഷൻ സ്കീമിലാണെങ്കിൽ അത് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് എന്തൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓതറൈസ് പേഴ്സൺ ആരാണ് അതിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഫയൽ ചെയ്യാം. മേക്ക് ഡെപ്പോസിറ്റ് ഫോർ ക്രെഡിറ്റ് ഇൻ ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഫയൽ എ ക്ലെയിം ഫോർ റീഫണ്ട്. റീഫണ്ടിൻ്റെ സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഫയൽ ചെയ്യാം, നമുക്ക് അതിൻ്റെ ക്ലെയിമിന് വേണ്ടി ഫയൽ ചെയ്യാം. ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റ് ഓർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അതേപോലെ രജിസ്ട്രേഷൻ്റെ അമെൻമെൻറ്റ് നടത്താനോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനോ അതിനുള്ള കുറേ പ്രൊസീജിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊക്കെ നമുക്കിപ്പം കോമൺ പേഴ്സൺസിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും മനസ്സിലാക്കിയെടുക്കാനും. എൻ്റെ മിസ്റ്റേക്ക് വരുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ടൈം ഇല്ലാത്ത സിറ്റുവേഷനിൽ അതൊക്കെ എന്ത് ചെയ്യാം, ഒരു GST പ്രാക്ടീഷണറിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഓപ്റ്റിംഗ് ടു ഫേർണിഷ് ഹിസ് റിട്ടേൺ ത്രൂ GST പ്രാക്ടീഷണർ ഷാൾ ഗിവ് ഹിസ് കൺസെന്റ് ഇൻ ഫോം GST PCT 05. ഇപ്പോൾ GST PCT 05 നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഓതറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ അയാളുടെ കൺസെന്റ് കൊടുക്കണം. ഇന്നയാളെ ഞാൻ അപ്പോയിന്റ് ചെയ്യണമെന്നുള്ള കൺസെന്റ് കൊടുക്കണം. ടു എനി GST പ്രാക്ടീഷണർ ടു പ്രിപ്പയർ ആൻഡ് ഫേർണിഷ് ഹിസ് റിട്ടേൺ ആൻഡ് ബിഫോർ കൺഫേമിംഗ് സബ്മിഷൻ ഓഫ് എനി സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദ GST പ്രാക്ടീഷണർ എൻഷുർ ദാറ്റ് ദ ഫാക്ട്സ് മെൻഷൻഡ് ഇൻ ദ റിട്ടേൺ ആർ ട്രൂ ആൻഡ് കറക്റ്റ്. അതേപോലെ തന്നെ GST പ്രാക്ടീഷണർ എന്തെങ്കിലും ഫയൽ ചെയ്യുന്നതിന് മുന്നേ അത് ചെക്ക് ചെയ്തിട്ട് ഇയാൾ എന്ത് ചെയ്യണം, രജിസ്റ്റേർഡ് പേഴ്സൺ കറക്റ്റ് ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. എന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആരാ റെസ്പോൺസിബിൾ ആവുന്ന, രജിസ്റ്റേർഡ് പേഴ്സൺ തന്നെയാണ് റെസ്പോൺസിബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അയക്കുന്നതിന് മുന്നേ രജിസ്റ്റേർഡ് പേഴ്സൺ അത് ക്രോസ് ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ ഷാൾ പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഡ്യൂ ഇൻ ഡിലിജൻസ്. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പം അയാൾ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. എഫിക്സ് ഇസ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഓൺ ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ഹിം ഓർ ഇലക്ട്രോണിക്കലി വെരിഫൈ യൂസിങ് ഹിസ് ക്രെഡൻഷ്യൽ. അതേപോലെ തന്നെ എന്ത് സംഭവം അയാൾ
സ്റ്റേറ്റ്മെൻറ്റ് അയാൾ ഫയൽ ചെയ്യുന്ന സമയത്തും അയാളുടെ ഡിജിറ്റൽ സിഗ്നേച്ചറും കൂടി അതിനകത്ത് വെക്കണം, അല്ലെങ്കിൽ അയാൾ ഇലക്ട്രോണിക്കലി അത് വെരിഫൈ ചെയ്തിരിക്കണം, അയാളുടെ ക്രെഡൻഷ്യൽ വെച്ചിട്ട് OTP വെച്ചിട്ട് അത് വെരിഫൈ ചെയ്തിരിക്കണം. Next, a good and service tax practitioner enrolled in any other state or union territory shall be treated as enrolled in the state or union territory for the purpose as per the rule. ഇപ്പോൾ ഒരു സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ അയാൾ രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ആ സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലുള്ള പേർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത രീതിയിലാണ് കൺസിഡർ ചെയ്യുക. വേറൊരു സ്റ്റേറ്റിൽ ചെയ്യണമെങ്കിൽ അയാൾക്ക് അവിടെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് GST പ്രാക്ടീഷണറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ GST പ്രാക്ടീഷണർ എന്താണെന്ന് നമ്മൾ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, സെക്ഷൻ 48. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സെക്ഷൻ റൂൾ 83 എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊവിഷൻസ്, എങ്ങനെയൊക്കെ അയാളെ നമുക്ക് ആർക്കൊക്കെ GST പ്രാക്ടീഷണർ ആവാം, ഏതൊക്കെ സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അയാളെ ഓതറൈസ് ചെയ്യുന്ന സമയത്ത് അയാൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതേപോലെ അയാളെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.